ക്ലാവിക്കിൾ അല്ലെങ്കിൽ കോളർ ബോൺ. ഈ കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒൺലി ലോങ് ബോൺ വിച്ച് ഇസ് ലൈങ് ഹൊറിസോണ്ടലി ലൈ ചെയ്യുന്ന ഒരേ ഒരു ബോൺ ആണ് കോളർ ബോൺ എന്ന് പറയുന്നത്. അതിനകത്തിൽ ദ മീഡിയൽ എൻഡ് സ്റ്റേർണവുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ ഒരു ലോങ് പോർഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഷാഫ്റ്റ് എന്നും. ലാറ്ററൽ എൻഡ് സ്കാപ്പുലയുടെ അക്രോമിയൻ പ്രോസസ്സുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ മെഡുലറി ക്യാവിറ്റി ഇല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. മെഡുലറി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ്, ദർ ഇസ് നോ മെഡുലറി ക്യാവിറ്റി. ദെൻ ഫസ്റ്റ് ടു ഓസിഫിക്കേഷൻ ഇൻട്രായൂട്രൽ ലൈഫിൽ ആദ്യമായി നടക്കുന്ന ബോൺ എന്ന് പറയുന്നത് ക്ലാവിക്കിളാണ്. 5th to 6th വീക്ക് ഓഫ് ഇൻട്രായൂട്രൽ ലൈഫിൽ തന്നെ ക്ലാവിക്കിൾ ഓസിഫൈ ആവുന്നു. പിന്നെ ഈ ക്ലാവിക്കിൾ ത്രൂ ഔട്ട് ദി എക്സ്റ്റെൻഡ് സബ്ക്യൂട്ടീനിയസ് ആയിരിക്കും. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ, നമ്മുടെ ക്ലാവിക്കിൾ ത്രൂ ഔട്ട് ദി എക്സ്റ്റെൻഡ് തന്നെ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിന് ഒൺലി ലോങ് ബോൺ വിത്ത് 2 പ്രൈമറി സെൻറ്റർ ഈസ് ദ ക്ലാവിക്കിൾ ഈസ് ദ ഒൺലി ലോങ് ബോൺ വിത്ത് 2 പ്രൈമറി സെൻറ്റേഴ്സ്. ഇനി 2 പാർട്ടുകളാണ് വരുന്നത് ക്ലാവിക്കിളിന്. ഒരു ഷാഫ്റ്റ് പോലത്തെ ഒരു ലോങ് പോർഷനും ഉണ്ട്, 2 എൻഡുകളും ഉണ്ട്. അതിനകത്തിൽ 2 എൻഡുണ്ട്, അതിന് നമ്മൾ പറഞ്ഞു മീഡിയൽ ലാറ്ററൽ എൻഡുണ്ട്. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടലി ലൈ ചെയ്യുന്നൊരു ബോണാണ്, അതുകൊണ്ടാണ് ഈ മീഡിയൽ എൻഡ് ലാറ്ററൽ എൻഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഈ മീഡിയൽ എൻഡിനെ വേറൊരു പേരാണ് സ്റ്റേർണൽ എൻഡെന്നും പിന്നെ ലാറ്ററൽ എൻഡിനെ അക്രോമിയോൺ എൻഡെന്നും നമുക്ക് പറയാം. ഈ മീഡിയൽ എൻഡ് എങ്ങനെയായിരിക്കുന്നത്? ക്വാഡ്രിലാറ്ററലാണ് ഷേപ്പ്. കണ്ടോ, നമ്മൾ ആ പിക്ചറിൽ തന്നെ കാണാം, ക്വാഡ്രിലാറ്ററൽ ഷേപ്പാണ് മീഡിയൽ എൻഡ്. സാഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കുലർ സർഫസ് എന്തിനുണ്ട്? ഈ മീഡിയൽ എൻഡിനുണ്ട്. And medial end or sternum is quadrilateral with a clavicular notch of manubrium sternum. നമ്മൾ മാനുബ്രിയം സ്റ്റേർണം പഠിക്കുമ്പോഴാണ് നമ്മൾ മാനുബ്രിയം സ്റ്റേർണം ഒക്കെ പറയും. അപ്പോൾ അവിടമായിട്ടാണ് ഈ ബോണിന് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, വിത്ത് clavicular notch of manubrium sternum and the joint which is formed by the medial end of the clavicle and the sternum is the sternoclavicular joint. അപ്പം നമ്മുടെ സ്റ്റേർണം ഇരിക്കുന്നു, അതും ക്ലാവിക്കിളോട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണിലെ ജോയിൻ്റ് ഏതാണ്? സ്റ്റേർണോക്ലാവിക്കുലർ ജോയിൻ്റ് ആണ്. ഇനി ലാറ്ററൽ എൻഡിൻ്റെ വേറൊരു പേരെന്താ? അക്രോമിയോൺ എൻഡ്. നമ്മൾ പറഞ്ഞു സ്കാപ്പുലയിലെ അക്രോമിയോൺ പ്രോസസ്സുമായിട്ടാണ് ഇതിന് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പം ഫ്ലാറ്റൻഡ് ആണ്, എബവ് ഡൗൺവേർഡ്സ് ഇത് ഫ്ലാറ്റൻഡ് ആണ്. എന്നാൽ മീഡിയൽ എൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത് ക്വാഡ്രിലാറ്ററലാണ്, അത് സ്റ്റേർണോക്ലാവിക്കുലർ ജോയിൻറ്റ് ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത് ഫ്ലാറ്റൻഡ് ആണ്, എബവ് ഡൗൺവേർഡ്സ് ഈ ലാറ്ററൽ എൻഡ്. ആൻഡ് ഓവൽ ആയിട്ടുള്ള ഫേസെറ്റാണ് ഫോം ചെയ്യുന്നത്, ആർട്ടിക്കുലേറ്റ് വിത്ത് മീഡിയൽ മാർജിൻ ഓഫ് ദ അക്രോമിയോൺ ആൻഡ് ഫോംസ് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. ഇഫ് ദിസ് ഈസ് ഇവിടെ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഏത് ജോയിൻറ്റ്സ് ഒക്കെയാണ് ഫോം ചെയ്യുന്നത്? മീഡിയൽ എൻഡ് വിത്ത് സ്റ്റേർണം ദേ വിൽ ഫോം സ്റ്റേർണോക്ലാവിക്കുലർ ജോയിൻറ്റ്. എന്നാൽ ലാറ്ററൽ എൻഡ് അക്രോമിയോൺ എൻഡ് എന്നാണ് പറയുന്നത്. ഈ അക്രോമിയോൺ എൻഡ് വിത്ത് അക്രോമിയോൺ പ്രോസസ് ഓഫ് ദ സ്കാപ്പുല, ഓക്കെ, അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ലാറ്ററൽ എൻഡ് ഗീവ്സ് അറ്റാച്ച്മെൻറ്റ് ടു ദ ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഓഫ് അക്രോമിയോക്ലാവിക്കുലർ ജോയിൻറ്റ്. ഈ അക്രോമിയോക്ലാവിക്കുലർ ജോയിൻറ്റിൻ്റെ ഫൈബ്രസ് ആയിട്ടുള്ള ക്യാപ്സ്യൂളിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ലാറ്ററൽ എൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ആ ഒരു മീഡിയൽ എൻഡിൽ വേറെ കുറച്ച് പോയിൻറ്റ്സ് വരുന്നത്, ഈ മീഡിയൽ എൻഡിൽ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ് വരുന്നു എന്നുണ്ട്. മീഡിയൽ എൻഡിലേക്ക് വരുന്ന ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂളിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്, ആർട്ടിക്കുലർ ഡിസ്കിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്, ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തിൽ ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ 2 എൻഡുണ്ട്, അത് മീഡിയൽ ആൻഡ് ലാറ്ററൽ എൻഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു കോളർ ബോണിനകത്ത് ലാറ്ററലി റിലേഷൻ വിത്ത് അക്രോമിയോൺ ആൻഡ് മീഡിയലി വിത്ത് ദ സ്റ്റേർണം ആൻഡ് ഫസ്റ്റ് റിബ്. ഇറ്റ് ഈസ് ഓൺലി ബോൺ ടു ലൈ ഹൊറിസോണ്ടലി. ദർ ഈസ് നോ മെഡുലറി ക്യാവിറ്റി ആൻഡ് മെംബ്രേനിയോ cartilaginous ossification is there, and this is the only long bone with 2 primary center. First to ossification ഫസ്റ്റ് നടക്കുന്നത് 5th to 6th വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൽ ലൈഫിൽ നടക്കുന്ന ഒരേ ഒരു ബോണാണ് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ ഈസ് സബ്ക്യൂട്ടീനസ് throughout its extent. ഓക്കെ, ദെൻ ലാറ്ററൽ എൻഡിൽ വരുന്ന അറ്റാച്ച്മെൻറ്റ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഓഫ് അക്രോമിയോക്ലാവിക്കുലർ ജോയിൻ്റ് ആണ്. മീഡിയൽ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ അറ്റാച്ച്മെൻറ്റ് വരുന്നത് ഫൈബ്രസ് ക്യാപ്സ്യൂൾ, ആർട്ടിക്കുലർ ഡിസ്ക് ആൻഡ് ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റ്സ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മീഡിയലും ലാറ്ററലും ഏത് ജോയിൻ്റാണ് ഫോം ചെയ്യുന്നതെന്നെങ്കിലും ഓർത്തിരിക്കുക. സ്റ്റേർണോക്ലാവിക്കുലർ ആണ് മീഡിയൽ വരുന്നതെങ്കിൽ ലാറ്ററലി വരുമ്പോഴത്തേക്ക് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ക്ലാവിക്കിളിൻ്റെ ഷാഫ്റ്റ്. ഓക്കെ, ഷാഫ്റ്റ് ഓഫ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് ആ ലോങ് ആയിട്ടുള്ള പോർഷനാണ്. ഈ ക്ലാവിക്കിളിൻ്റെ ഷാഫ്റ്റ്
ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു 2 എൻഡുകളും ഉണ്ടെന്നല്ലേ. ഈ ഷാഫ്റ്റിനെ രണ്ടായി തിരിക്കുകയാണ്. മീഡിയൽ ആയിട്ടുള്ള ഒരു 2/3 പോർഷനും ലാറ്ററൽ ആയിട്ടുള്ള 1/3 പോർഷനും. ഈ മീഡിയൽ 2/3 പോർഷൻ്റെ ഒരു ഷേപ്പ് എങ്ങനെ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടർ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് സർഫസുകൾ മാത്രമേ വരുന്നുള്ളൂ, ബോർഡറുകളൊന്നും വരുന്നില്ല. എന്നാൽ ലാറ്ററൽ ആയിട്ടുള്ള 1/3 പോർഷനോ ഫ്ലാറ്റൻഡ് ആണ്. അത് ഫ്ലാറ്റായിട്ടിരിക്കുമ്പോൾ അവിടെ 2 സർഫസും 2 ബോർഡറും വരുന്നുണ്ട്. ഓക്കെ, ഈ മീഡിയൽ പോർഷൻ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ ആ ഒരു സ്റ്റേർണവുമായി കറസ്പോണ്ടിങ് വരുന്ന, ആ ഒരു സ്റ്റേർണവുമായി കുറച്ചടുത്ത് വരുന്ന പോർഷനാണ് മീഡിയൽ ആയിട്ടുള്ള 2/3. ഓക്കെ, ആ ഒരു ഇതിൽ വരുമ്പോൾ 2 സിലിണ്ടറിക്കൽ ഷേപ്പാണ്, 4 സർഫസുകളാണ് വരുന്നത്. സുപ്പീരിയർ, ഇൻഫീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഓക്കെ, ഇതിനകത്തിൽ എന്തൊക്കെ മസിൽസാണ് അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒറിജിൻ എന്നൊക്കെ ഉള്ളത് കൂടുതൽ നമ്മൾ പഠിക്കും. ഇപ്പം അതത്രയും ഡീപ്പായിട്ട് നോക്കണ്ട. പിന്നെ പഠിക്കേണ്ടത് ലാറ്ററൽ ആയിട്ടുള്ള പാർട്ട്. ഈ ലാറ്ററൽ ആയിട്ടുള്ള 1/3 നോക്കുമ്പോഴത്തേക്ക് അത് ഇവിടെ അക്രോമിയോൺ പ്രോസസ് ഓഫ് സ്കാപ്പുലയുമായി റിലേഷനിലാണ് വരുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് അത് ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 സർഫസും 2 ബോർഡറും വരും. ആൻറ്റീരിയർലി ഒരു സർഫസ് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആൻറ്റീരിയർലി ഒരു ബോർഡർ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് പോസ്റ്റീരിയർലി ഒരു ബോർഡർ ഉണ്ട്, പിന്നെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള സർഫസ്, ഇൻഫീരിയർ ആയിട്ടുള്ള സർഫസും. ഓക്കെ, കോറോണോയിഡ് ട്യൂബർക്കും പിന്നെ അതുപോലെ തന്നെ ട്രപ്പീസിയൽ റിഡ്ജും ഈ ഒരു പാർട്ടിലാണ് വരുന്നത്. ട്രപ്പീസിയത്തിൽ ഡെൽറ്റോയിഡിൻ്റെയും അറ്റാച്ച്മെൻറ്റും വരുന്നത്. ഓക്കെ, ഒറിജിൻ ഓഫ് ഡെൽറ്റോയിഡും ട്രപ്പീസിയത്തിൻ്റെ ഇൻസേർഷനുമാണ് വരുന്നത്. അത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ക്ലാവിക്കിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു കോളർ ബോൺ ആണ്. അത് ഹൊറിസോണ്ടലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒള്ളി ഒരു ലോങ് ബോൺ ആണ്. ആൻഡ് മെഡുലറി ക്യാവിറ്റി ഇല്ല. ഫസ്റ്റ് ടു ഓസിഫൈ, സബ്ക്യൂട്ടീനിയസ് ത്രൂ ഔട്ട് ഇറ്റ് എക്സ്റ്റെൻഡ്, ദെൻ 2 എൻഡും പിന്നെ ഷാഫ്റ്റിൻ്റെയും കാര്യം പറഞ്ഞു. മീഡിയൽ ആൻഡ് ലാറ്ററൽ ആയിട്ടുള്ള പാർട്ടായിട്ട് നമ്മൾ ഷാഫ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞു. ഓക്കെ.